സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ പോളാരിസ് ഡോണിലെ 2 യാത്രികർ ഇന്ന് ബഹിരാകാശത്ത് നടക്കും. പ്രൊഫഷണലുകളല്ലാത്ത യാത്രികർ ബഹിരാകാശത്ത് നടക്കുന്നത് ഇതാദ്യമായാണ്. 2 മണിക്കൂർ നേരത്തേക്കാണ് ഇവർ നടക്കുക. 3, 2, 1, ignition, and go Falcon, go Polaris. Copy 1 Alpha. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:50 ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഡ്രാഗൺ റിസൈലൻസ് പേടകം വിക്ഷേപിച്ചത്. പൊളാരിസ് ഡോൺ എന്നാണ് ദൗത്യത്തിന്റെ പേര്. 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ദൗത്യം. ദൗത്യത്തിന്റെ 3-ാം ദിനമായ ഇന്ന് 4 യാത്രികരിൽ 2 പേർ ബഹിരാകാശ നടത്തത്തിനിറങ്ങും. പൊളാരിസ് ദൗത്യത്തിന്റെ കമാൻഡറായ ശതകോടീശ്വരനായ ജാരദ് ഐസക്മാനും സ്പേസ് എക്സിലെ എഞ്ചിനീയറായ സാര ഗില്ലിസുമാണ് ബഹിരാകാശത്ത് നടക്കുക. മലയാളി ബന്ധമുള്ള സ്പേസ് എക്സ് മെഡിക്കൽ ഓഫീസർ അന്ന മേനോനും അമേരിക്കൻ മുൻ വ്യോമസേനാ പൈലറ്റ് സ്കോട്ട് പുട്ടീറ്റും പേടകത്തിൽ തന്നെ തുടരും. സുരക്ഷിതത്വത്തിനായി സ്പേസ് സ്യൂട്ടുകൾ ധരിച്ച ശേഷം സ്പേസ് വാക്കറിനെ ബഹിരാകാശ പേടകവുമായി ബന്ധിപ്പിച്ച ശേഷമാണ് ഇവർ ബഹിരാകാശത്ത് നടക്കാനിറങ്ങുക. ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെ ഈ നടത്തം 2 മണിക്കൂർ സമയത്തേക്കാണ്. ഭൂമിയിൽ 1400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്താനാണ് പോളാരിസ് ഡ്രോൺ ദൗത്യം ലക്ഷ്യമിടുന്നത്. സ്പേസ് എക്സിന്റെ തന്നെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഴിയാണ് പോളാരിസ് ഡ്രോൺ ഭൂമിയുമായി ആശയവിനിമയം നടത്തുക. 40ഓളം ശാസ്ത്രീയ പരീക്ഷണങ്ങളും പോളാരിസ് ഡ്രോൺ ദൗത്യം നടത്തും. റിസർച്ച് ഡെസ്ക് 24.